Hello everyone, I'm Ashwini. Today we are going to talk about Serial Peripheral Interface SPI. So, what's an SPI? മൈക്രോകൺട്രോളേഴ്സും പെരിഫറൽ ഡിവൈസും തമ്മിൽ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് SPI. UARTും I2Cയും ഒക്കെ പോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് ഈ സീരിയൽ പെരിഫറൽ ഇന്റർഫേസ് അഥവാ SPI എന്ന് പറയുന്നത്. ടിപ്പിക്കലി SPIയിൽ ഒരു മാസ്റ്റർ ഡിവൈസും ഒന്നോ അതിലധികമോ സ്ലേവ് ഡിവൈസും ഉണ്ടായിരിക്കും. അവരൊരു കോമൺ ആയിട്ടുള്ള ക്ലോക്ക് സിഗ്നല് ഷെയർ ചെയ്യും. പക്ഷെ അവരുടെ ഡാറ്റ ലൈന് സെപ്പറേറ്റ് ആയിരിക്കും. SPIയുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സിൻക്രണസും ഫുൾ ഡുപ്ലക്സും ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും സൈമിൾട്ടേനിയസ്ലി ആണ് യൂസിങ് എ ഷെയർഡ് ക്ലോക്ക് സിഗ്നൽ. ഈ ഒരു ഫുൾ ഡുപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ഡാറ്റ എക്സ്ചേഞ്ച് എൻഷുർ ചെയ്യും ഇത്. മാസ്റ്റർ ഡിവൈസ് ആണ് ക്ലോക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ സിൻക്രണൈസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഫ്ലെക്സിബിൾ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, സ്പീഡ് പ്രൊവൈഡ് ചെയ്യും. മാസ്റ്റർ ആൻഡ് സ്ലേവ് ആർക്കിടെക്ചർ, മാസ്റ്റർ ഉണ്ടാവും, ഒന്നും അതിലധികമോ സ്ലേവ് ഡിവൈസസ് ഉണ്ടാവും. ഫുൾ ഡുപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും സൈമിൾട്ടേനിയസ്ലി ആണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്ലോക്കിംഗ് ആണ്. മാസ്റ്റർ ആണ് ഈ ഒരു ക്ലോക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സിൻക്രണസ് ഡാറ്റ ട്രാൻസ്ഫർ എൻഷുർ ചെയ്യും. ഇനി SPI യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. ഹൈ സ്പീഡ് ഉണ്ട്, യൂസ്ഫുൾ ഫോർ റാപ്പിഡ് കമ്മ്യൂണിക്കേഷൻ. സിംപ്ലിസിറ്റി, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അതായത് ഓൺലി 4 വയേഴ്സ് ആണ് SPI കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. മിനിമൽ പിൻ റിക്വയർമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സിംപ്ലിസിറ്റി കാരണം നമുക്ക് SPI കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. റിലയബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് SPI. ഇതിന്റെ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ, ഇതിൽ മാസ്റ്ററും സ്ലേവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി 4 കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആണ് വരുന്നത്. മാസ്റ്റർ ഔട്ട്, സ്ലേവ് ഇൻ, മാസ്റ്റർ ഇൻ, സ്ലേവ് ഔട്ട്, സീരിയൽ ക്ലോക്ക്, സ്ലേവ് സെലക്ട് അഥവാ ചിപ്പ് സെലക്ട്. മാസ്റ്റർ ഔട്ട്, സ്ലേവ് ഇൻ എന്ന് വെച്ചാൽ മാസ്റ്ററിൽ നിന്നും സ്ലേവിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ലൈൻ ആണ്. ഇനി മാസ്റ്റർ ഇൻ, സ്ലേവ് ഔട്ട് എന്ന് പറയുന്നത് സ്ലേവിൽ നിന്നും മാസ്റ്ററിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ലൈൻ ആണ്. പിന്നെ സീരിയൽ ക്ലോക്ക് ഉണ്ട്, സ്ലേവ് സെലക്ട് ലൈൻ ഉണ്ട്. സീരിയൽ ക്ലോക്കില് ക്ലോക്ക് ജനറേറ്റ് ചെയ്യുന്നത് മാസ്റ്റർ ആണ്. സ്ലേവ് സെലക്ട് അഥവാ ചിപ്പ് സെലക്ട് എന്തിനാണെന്ന് വെച്ചാൽ, മാസ്റ്ററിന് ഏത് ഡിവൈസുമായിട്ടാണോ, ഏത് സ്ലേവ് ഡിവൈസുമായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിനെ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലേവ് സെലക്ട് ലൈന് യൂസ് ചെയ്യുന്നത്. ഇതിന് പുറമെ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. എൻഷുർ പ്രോപ്പർ സിഗ്നൽ ലെവൽ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളപ്പ് റെസിസ്റ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി SPIയുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ, മാസ്റ്റർ ആദ്യം സ്ലേവ് സെലക്ട് ആക്ടിവേറ്റ് ചെയ്യും. ഏത് സ്ലേവ് ഡിവൈസുമായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ലൈന് ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ മാസ്റ്റർ ഒരു ക്ലോക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യും. സിൻക്രണസ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ സ്ലേവിൽ നിന്നുള്ള ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയും കഴിയും. ഇതിന് മാസ്റ്റർ ഔട്ട്, സ്ലേവിനും മാസ്റ്റർ ഇൻ, സ്ലേവ് ഔട്ട് ലൈൻസ് വഴിയാണ് ഡാറ്റ ട്രാൻസ്ഫർ റിസീവ് നടക്കുക. ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയാൽ മാസ്റ്റർ സ്ലേവ് സെലക്ട് ലൈന് ഡീആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ദർ വിൽ ബി നോ ട്രാൻസ്മിഷൻ. ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ടാവില്ല, അതോടെ കംപ്ലീറ്റ് ആകും. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ് വരുന്നത് വെച്ചാൽ, കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എംബഡഡ് സിസ്റ്റത്തിൽ തന്നെ മെയിൻ ആയിട്ട് മൈക്രോ കൺട്രോളേഴ്സും മറ്റ് പെരിഫറൽ ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെൻസേഴ്സ്, ADCs, DACs, അതുപോലെ തന്നെ ഡിസ്പ്ലേ മോഡ്യൂൾസ്, വിഷ്വൽ ഔട്ട്പുട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേ മോഡ്യൂൾസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും SPIs യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമുക്ക് SPIയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ താങ്ക് യു.